മോഹൻലാൽ, പ്രിയദർശൻ, മമ്മൂട്ടി, ജോഷി ഈ രണ്ട് കോംബോനോടും മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഈ രണ്ട് കോംബോ ഇവരുടെ സിനിമകൾ ഒരുമിച്ച ഒരു ഓണം സീസൺ 1994 ഓണം അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 94 ഓണം സീസണിൽ തിയേറ്ററുകളിൽ എത്തിയ പ്രധാന സിനിമകൾ, അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന രണ്ട് സിനിമ. അതിലൊന്ന് മോഹൻലാൽ, പ്രിയദർശൻ ഒന്നിക്കുന്ന മിന്നാരം. ആ വർഷം ഈ മെയ് മാസത്തിൽ തേന്മാവിൽ കൊമ്പത്ത് എന്ന അവരുടെ സിനിമ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് സൂപ്പർ ഹിറ്റായി അന്ന് എ സെന്റേഴ്സിലൊക്കെ മാറി സി സെന്റേഴ്സിലൊക്കെ അതപ്പോൾ കളിക്കുന്നുണ്ട്. അപ്പൊ അന്നൊക്കെ നമുക്കറിയാം, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് തിയേറ്റേഴ്സിൽ സിനിമകൾ കൊടുത്തുകൊണ്ടിരിക്കണം. അതൊരു വേറൊരു രീതിയിലാണല്ലോ സിനിമ. അപ്പൊ അന്ന് ഗുഡ് നൈറ്റ് ഫിലിംസ്, ഗുഡ് നൈറ്റ് മോഹനാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്, മിന്നാരം. അപ്പൊ അദ്ദേഹം പറഞ്ഞ അന്ന് ഒരു വിഷു ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ തിയേറ്ററുകാർ പറഞ്ഞു തുടങ്ങി ഓണത്തിന് സിനിമ വേണം എന്നുള്ളത് ഇവർക്ക് പറഞ്ഞു തുടങ്ങി. അപ്പൊ ഇവർക്ക് ഓണത്തിന് സിനിമ കൊടുക്കണം. അങ്ങനെ പെട്ടെന്ന് പ്രിയദർശനെ വിളിച്ചു. പ്രിയദർശൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് കൊണ്ട് മോഹൻലാലിനെയും ശോഭനേനെയും ഒന്ന് ഊട്ടിയിലോട്ട് കയറ്റി വിടണം, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞു. കഥയൊക്കെ പോകണ വഴിക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ് ട്രെയിനിലിരുന്ന് പ്രിയദർശൻ ആലോചിച്ചുണ്ടാക്കിയ ഒരു കഥയാണ് മിന്നാരം. സിനിമ 94, നമുക്ക് സിനിമയെ കുറിച്ചുള്ള കഥയോ മറ്റു കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. 94 ഓണത്തിന് ആ ഒരു സിനിമ തിയേറ്ററിൽ. മറ്റേ സിനിമ സൈന്യം, അത് ഒരു എയർഫോഴ്സിന്റെ ഒക്കെ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥ. അതൊരു നമുക്കറിയാം വലിയൊരു, ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഒരു സ്റ്റാർ കാസ്റ്റ്. കാരണം മമ്മൂട്ടി ആണ് മെയിൻ നായകൻ, ഒപ്പം മുകേഷ് ഉണ്ട്, പിന്നെ മമ്മൂട്ടിക്കാട്ടും സീനിയർ ആയിരുന്ന ഒരു കാലത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന സുകുമാരൻ അഭിനയിക്കുന്നു. പിന്നീട് സൂപ്പർ സ്റ്റാർസായി മാറിയ വിക്രമും ദിലീപും ആ ഒരു സിനിമയുടെ ഭാഗമാണ്. അപ്പോൾ വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. പ്രിയരാമൻ, അതിലെ പാട്ടുകൾ, ബാഗി ജീൻസും സൂട്ട് മണിഞ്ഞെന്നുള്ള ഒരു പാട്ടും മെർക്കുറി ലാമ്പ് വീണു എന്നുള്ള പാട്ടൊക്കെ ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കേട്ടോണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. ഇപ്പൊ നല്ല രസമാണ് ആ പാട്ടും, അതിന്റെ കൊറിയോഗ്രാഫി ഒക്കെ നല്ല രസം തന്നെയാണ്. അപ്പൊ ഈ രണ്ട് സിനിമയാണ് പ്രധാനമായിട്ടും അന്ന് തിയേറ്ററുകളിൽ ഇറങ്ങിയത്. പിന്നൊന്ന് കിന്നരിപ്പുഴയവര്, അത് ഹരിദാസ് എന്ന ഡയറക്ടറാണ്. ശരിക്കും അത് പ്രിയദർശന്റെ കഥ ഗിരീഷ് പുത്തഞ്ചേരി സ്ക്രീൻ പ്ലേ എഴുതി. ആ സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ? ശ്രീനിവാസനും സിദ്ദിഖും ചേട്ടനും അനിയനായിട്ട്, തിലകന്റെ മക്കളാണ്. പിന്നെ ശ്രീനിവാസൻ കുറച്ച് തരികടയും പരിപാടി, എന്നിട്ട് സ്വാമിയെ പോലെ വരുന്നതും. ജഗദീഷ് ശ്രീകുമാർ ഉണ്ട്, ഒരു തട്ടിപ്പുകാരനാണ് ജഗദീഷ് ശ്രീകുമാർ. അതിന്റെ കഥയൊക്കെ അറിയാം. ദേവയാനിയാണ് അതിൽ നായികയായിട്ട് അഭിനയിച്ചത്. ശരിക്കും ഈ കഥ പണ്ട് പ്രിയദർശന് മോഹൻലാലിനെയും ശ്രീനിവാസനെയും വെച്ച് ചെയ്യണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്ന ഒരു കഥയായിരുന്നു. പിന്നീട് അത് മാറി മാറി മറിഞ്ഞു വന്നാണ് അത് ഗിരീഷ് പുത്തഞ്ചേരി അത് സ്ക്രീൻ പ്ലേ ആവുന്നു, ഹരിദാസിന് കൊടുക്കുന്നു, അതിനേത് എങ്കിലും ആ സിനിമ നല്ല രസമായിട്ടുള്ള സിനിമയായിരുന്നു. അതും 94 ഓണത്തിന് അന്ന് തിയേറ്ററുകളിലെത്തി. പിന്നൊന്ന് അന്നത്തെ ഒരു യുവതാരങ്ങളെ ശ്രദ്ധേയനായ മനോജ് കെ ജയൻ അഭിനയിച്ച സിനിമ പാളയം. ഇത് TS സുരേഷ് ബാബു, ഡെന്നിസ് ജോസഫ്, കോട്ടയം കുഞ്ഞച്ചനും കിഴക്കൻ പത്രോസും ഒക്കെ ചെയ്ത, അല്ലെങ്കിൽ ഉപ്പുകണ്ടം ബ്രദേഴ്സൊക്കെ. ഉപ്പുകണ്ടം ബ്രദേഴ്സൊക്കെ TS സുരേഷ് ഡെന്നിസ്, ഉപ്പുകണ്ടത്തിന്റെ റൈറ്റർ ഡെന്നിസ് ജോസഫ് അല്ല. എന്തായാലും ഈ ഒരു കൂട്ടുകെട്ടിന്റെ ഒരു സിനിമ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. അതൊരു നോവലിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. മമ്മൂട്ടി അതിലൊരു ഗസ്റ്റ് റോളിൽ അഭിനയിക്കുന്നുണ്ട്, ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസിലാണ്. എനിക്കൊന്ന് കിഴക്കൻ പത്രോസ് സിനിമയിലെ അതിലെ സീൻസ് ഒക്കെ എടുത്തിട്ടൊക്കെയാണ് ആ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പാളയവും ആ ഓണത്തിന്റെ തിയേറ്ററിലുണ്ട്. മറ്റൊരു സിനിമ PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത് ബാബുവന്യ നായകനായി. ബാബുവന്യ അന്ന് പീക്കാണ്, പീക്കിലോട്ട് എത്തി. 95 ഒക്കെ എത്തിയപ്പോൾ, ഒരു 95 തുടക്കമൊക്കെ എത്തിയപ്പോൾ പീക്കാണ്. 94 ഒരുപാട് ഹിറ്റുകളുണ്ട്. നമ്മൾ തന്നെ മുമ്പ് ഒരു എപ്പിസോഡൊക്കെ ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി മോഹൻലാലും കഴിഞ്ഞാൽ പിന്നെ സുരേഷ് ഗോപിയോളം റെമ്യൂണറേഷൻ വാങ്ങിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ബാബുവന്യക്ക്. ഏകദേശം ആ ഒരു കാലമാണ് 94, 95. ബാബുവന്യയുടെ സിനിമ ദാദ. അപ്പോൾ ഇത്രയും സിനിമകളാണ് അന്ന് പ്രധാനമായിട്ടും തിയേറ്ററുകളിൽ വന്നിരുന്നത്. ഇതിൽ ഏതാണ് കൂടുതൽ ഓടിയത്, ഏതാണ് കൂടുതൽ ലാഭം കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം സൈന്യം സിനിമ അന്ന് ഭയങ്കര ബഡ്ജറ്റായിരുന്നു ആ ഒരു സിനിമയ്ക്ക്. കാരണം ആ സിനിമ ഒരുപാട് നാളെടുത്തിട്ടുണ്ട്. അതിന്റെ ഷൂട്ടിംഗ് പല പല ഷെഡ്യൂൾസിലാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മിന്നാരമാണെങ്കിലും അതിനൊരു ബഡ്ജറ്റും കാര്യങ്ങളും ഉണ്ട്. കാരണം അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളർഫുൾ ആയിട്ടൊക്കെ തന്നെയാണ് പ്രിയദർശൻ എടുത്തിരിക്കുന്നത്. പക്ഷെ ഈ രണ്ട് സിനിമകളും അന്ന് ഇവരുടെ മറ്റ് ഹിറ്റുകൾ നോക്കിയ പോലെ, അപ്പൊ നമ്മളൊരു കിലുക്കം പോലെയോ അല്ലെങ്കിൽ ഒരു തേന്മാവിൽ കൊമ്പത്തോ പോലെയോ ഒന്നും മിന്നാരം വിജയിച്ചില്ല. ഇതുപോലെ തന്നെ ജോഷിയുടെ ഒരു ന്യൂഡൽഹി പോലെയൊന്നും ഈ പറയുന്ന സൈന്യം അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ലാഭം നേടിയ ഒരു സിനിമയല്ല. ലാഭം വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷെ കിന്നരിപ്പുഴയോരമായിരിക്കാം ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അത് മിന്നാരവും സൈന്യവും ഒക്കെ തന്നെ. എനിക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല ഏതാണ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇതില് പാളയവും അന്ന് തരക്കേടില്ലാതെ ഓടിയ ഒരു സിനിമയാണ്. ദാദയും അത്യാവശ്യം വിജയിച്ച ഒരു സിനിമയാണ്.
അപ്പൊ ദാതയും കിന്നരിപ്പുഴയോരൊക്കെ എനിക്ക് തോന്നുന്നു അന്നെങ്കിൽ വലിയൊരു ബഡ്ജറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ലാഭം കിട്ടിയത് ഒരു പക്ഷെ ഈ സിനിമകൾ തന്നെയായിരിക്കാം. എന്തായാലും ഇതിലെ എല്ലാ സിനിമയൊന്നും ഞാനന്ന് തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ഞാനന്ന് മിന്നാരം തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. ഞാൻ കാണാൻ പോകുമ്പോൾ ആദ്യം മിന്നാരം കാണാൻ പോകുമ്പോൾ തൃശ്ശൂർ രാമദാസ് തിയേറ്ററാണ്. അന്ന് ഹൗസ്ഫുൾ ആണ്, നല്ല തിരക്കാണ്. ആ ഒരു ഓണം വെക്കേഷനാണ് പോകുന്നത്. നല്ല തിരക്കിൽ തന്നെയാണ് സിനിമ കാണുന്നത്. സൈന്യം അത് കണ്ടാണ് കണ്ടത്. സൈന്യം തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ്. അതും അന്ന് നല്ല തിരക്കാണ്. രാഗം തിയേറ്ററിലൊക്കെ അന്ന് ആ സിനിമ വിടുന്ന സമയത്തൊക്കെ റോഡ് ബ്ലോക്ക് ആയിരുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ ഈ രണ്ട് സിനിമകളും അന്ന് ഭയങ്കര വിജയങ്ങളാണ്. പക്ഷെ പിന്നീട് നമ്മൾ അതിനെ കുറിച്ചുള്ള പല ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുമ്പോഴാണ് ഇത് വിചാരിച്ച പോലെ ഒന്നും കളക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ പല സോഴ്സസ് നിന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. എക്സാക്ട് കണക്ക് നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വലിയ ലാഭം ഒന്നും കിട്ടിയ സിനിമകളല്ല ഈ രണ്ട് സിനിമകളെന്ന്. പക്ഷെ ഈ രണ്ട് സിനിമകളും നല്ല സിനിമകളാണ്. നമ്മളിന്ന് ഒരുപാട് റിപ്പീറ്റ് ആയിട്ട് കാണുന്ന സിനിമയാണ്. സൈന്യം സിനിമ കൊണ്ട് ഏറ്റവും ഗുണം കിട്ടിയത് ഒരു പക്ഷെ ദിലീപിനായിരിക്കും. കാരണം ആ ഒരു സിനിമയിലാണ് ദിലീപ് എന്ന് മമ്മൂട്ടിയുമായിട്ട് ഭയങ്കര അടുപ്പമാവുന്നതും അതിനുശേഷമാണ് മാനത്ത കൊട്ടാരം എന്ന സിനിമയിലേക്ക് മമ്മൂട്ടി ദിലീപിനെ റെഫർ ചെയ്യുന്നതൊക്കെ. പിന്നെ വിക്രമിനും അത് കഴിഞ്ഞിട്ട് പിന്നെ വിക്രം ഇന്ദ്രപ്രസ്ഥം സിനിമ. പക്ഷെ വിക്രം മലയാള സിനിമയുടെ ഒരു ഭാഗമായിരുന്നല്ലോ കുറെ കാലം. ശരിക്കും അന്ന് ഒരു പക്ഷെ നിങ്ങൾ ഇന്ന് ആ സിനിമ കാണുമ്പോൾ അതിലെ പാട്ട് സീൻ, അതായത് ഈ പറയുന്ന സൈന്യത്തിലെ പാട്ട് സീനിൽ വിക്രമാണ് അതിൽ ഡാൻസ് ചെയ്യുന്നത്. പിന്നെ വിക്രമിന്റെ ഒപ്പം വേറൊരാളുണ്ട്, എനിക്ക് അയാളുടെ പേരറിയില്ല. വേറെ സിനിമയിൽ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അവർ രണ്ടുപേരാണെന്ന് പ്രിയാരാമന്റെ ഒപ്പം ഡാൻസിൽ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നത്. പിന്നെ ആ പാട്ട് സീനിലൊക്കെ മെർക്കുറി ലാമ്പ് എന്നുള്ള പാട്ടിലൊക്കെ ഇടയ്ക്ക് നിങ്ങൾ നോക്കുമ്പോൾ അതില് മുകുന്ദൻ, അന്ന് സീരിയലിലെ ഒരു അറിയപ്പെടുന്ന നടനാണ്, മുകുന്ദന് അതിലൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പാട്ട് സീനിൽ. പിന്നെ കൃഷ്ണൻ എന്ന നടൻ പിന്നീട് കമ്മീഷണറിലൊക്കെ താടി വെച്ചിട്ടുള്ള ആലഞ്ചേരി തമ്പഴാക്കളിലും കമ്മീഷണറിലും കിങ്ങിലൊക്കെ അഭിനയിച്ച് അദ്ദേഹം മരിച്ചുപോയി, വളരെ ചെറുപ്പത്തിലേ മരിച്ചു. കിങ് ആയിരുന്നു ലാസ്റ്റ്. കൃഷ്ണൻ അതിലൊരു സർദാർജി ലുക്കിൽ ഒരു തലക്കെട്ടൊക്കെ ഇട്ട് കൃഷ്ണൻ അതിലൊരു പാട്ട് സീനിൽ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ രാജീവ് രംഗൻ സിനിമയിലൊക്കെ സഹസംവിധായകനായിരുന്നു, സീരിയൽ നടനായിരുന്നു, സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടുണ്ട്. രാജീവ് രംഗനും അതിൽ എനിക്കൊരു തമിഴ് ക്യാരക്ടറായിട്ടാണ് രാജീവ് രംഗൻ. രാജീവ് രംഗൻ അതിലൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ അബിക്ക് കുറച്ച് പ്രാധാന്യമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ദിലീപ് ഉള്ളൂ. ശരിക്ക് ഇവരെല്ലാവരും കഴിഞ്ഞിട്ട് ദിലീപിന് ആ ഒരു സിനിമയിൽ ഒരു പ്രാധാന്യ പാട്ട് സീനും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളൂ. ഈവൺ ആ സ്ക്രിപ്റ്റിൽ പോലും ദിലീപിന് ആദ്യം വലിയ പ്രാധാന്യമില്ലായിരുന്നു. ദിലീപാണ് ആ ഒരു സ്ക്രിപ്റ്റിൽ ഇടപെടുക മീൻസ് സ്ക്രിപ്റ്റിൽ അതിന്റെ ഡയലോഗ്സ് എഴുതുന്ന ഷിബു ചക്രവർത്തിയുടെ ഒപ്പം വരുന്ന ദിലീപിന്റെ ഒരു ക്യാരക്ടർ കൊക്കുതോമ എന്നുള്ള ക്യാരക്ടർ ദിലീപ് ഉണ്ടാക്കിയെടുത്തതാണ്. ആ ഒരു ക്യാരക്ടർ പേരിട്ടത് ദിലീപാണ്. ദിലീപ് കുറെ ഇംപ്രവൈസ് ചെയ്തു. അങ്ങനെ ദിലീപ് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമയ്ക്ക്. അത് ആ സിനിമ ദിലീപിന് അത് ഗുണം കിട്ടി. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു ഇത്രയും സിനിമകളാണ് പ്രധാനമായിട്ടും അന്ന് ഓണം സീസണിൽ തിയേറ്റർ ഉണ്ടായിരുന്ന. ഇതിൽ ഞാൻ പറഞ്ഞു മിന്നാരം രാമദാസ് തിയേറ്ററൊന്നും സൈന്യം രാഗം തിയേറ്ററിലാണ് കണ്ടത്. ആ സമയത്ത് കിന്നരിപ്പുഴയോരം ജോസ് തിയേറ്ററിലാണ്, ദാദ സ്വപ്ന തിയേറ്ററിലും ബിന്ദുവിലാണ് പാളയമുള്ളത്. പാളയം ഒരുപാട് ദിവസം ഓടിയിട്ടുണ്ട് അന്ന്. ബിന്ദുവിലൊക്കെ ഏകദേശം 50 ദിവസത്തോളം ഓടിയതായിട്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ നൂൺ ഷോ ഒക്കെ ഓടിയിട്ടുണ്ട്. പിന്നെ ഈ സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഏകദേശം ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ കാതലൻ സിനിമ തമിഴ്നാട്ടിൽ ഇറങ്ങി ഹിറ്റായി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഇറങ്ങി. ഇവിടെ ഒരു 1 മന്ത് കൂട്ടാം. ഓണം ഇറങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ കാതലൻ സിനിമ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ഇറങ്ങി. അന്നും അവിടെ സൈന്യം നൂൺ ഷോ കളിക്കുന്നുണ്ട്. ഇത്രയും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇനി നിങ്ങൾ കണ്ട നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ നമുക്ക് ഷെയർ ചെയ്യുക.